ഫ്ലൈറ്റ് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു സാധനം നമുക്ക് ചെവിയിലൊരു പാസ്പോർട്ട് താനാണ് അടുത്ത ചടങ്ങ്. പ്രിയാനെ കണ്ടിട്ട് എല്ലാവരും എയർ ഹോസ്റ്റസ് അയച്ചു. ഈ ഫ്ലൈറ്റത്തെ എയർ ഹോസ്റ്റസിന്റെ സെയിം യൂണിഫോം പ്രിയന്റെ ഡ്രസ്സ്. അയ്യോ വെൽക്കം ബാക്ക് ടു. അപ്പൊ അങ്ങനെ നമ്മളൊരു ഹാപ്പി മൊമെന്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. കുറെ ആഗ്രഹവും കാത്തിരിപ്പും. നമ്മൾ മലേഷ്യയിലോട്ട് എവിടെ പോന്നെ പറ. മലേഷ്യ ട്രിപ്പ്. അങ്ങനെ അപ്പയും അമ്മയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പക്ക ത്രില്ലാണ് അവരുള്ളത്. എങ്ങനെയായിരിക്കും ഏതായിരിക്കും ഇരിക്കാന്നുള്ള. എന്നോട് കുറെ അവിടെ ഒരു പൊന്തും എങ്ങനെയാന്നല്ലോ. അപ്പൊ നമുക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇപ്പൊ വടകര നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട്. നേരെ കൊച്ചി പോയി രാത്രി 12 മണിക്കാണ്. കുഴപ്പമില്ല. ഇവിടെ അപ്പയും അമ്മയുണ്ട്, അവരും വിട്ടിട്ടുണ്ട്. പിന്നെ അനന്തും ഉണ്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അമ്പലത്തിലോട്ടൊക്കെ കയറി ഇതാ ഞാൻ പോവാണ്. ഞങ്ങൾ പോകുന്ന വഴി കോഴിക്കോട് നിന്ന് കുറച്ച് മണി എക്സ്ചേഞ്ച് മണിയെല്ലാം മാറ്റി അത് കാണിച്ചേ. ഇതാണ് റിങ്കറ്റ് അല്ലേ? റിങ്കറ്റുകളാണ് അവിടെ വരുന്നത്. നമുക്ക് മലേഷ്യയിൽ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട്. ചെമ്പരത്തിപ്പൂ അല്ലേ അത്? നല്ല ഭംഗിയുണ്ട് റിങ്കറ്റുകള്. 100 രൂപ കാണിച്ചേ. 100 രൂപ. അതാണ് 100 രൂപ. അത് രാജാവട്ട നോട്ട്. ആരാണ്? അതാണ് നോട്ടുകൾ. നമ്മളെ 100 രൂപ എടുത്തുണ്ടല്ലേ. പക്ഷെ നമ്മളെ 100 രൂപയല്ല. അവിടുത്തെ 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ 1970 രൂപ വരും. ഒരു 100 രൂപ തന്നെ. ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ പോയി ഇവിടെ ഉണ്ട്. നല്ല അമ്പലത്തിന്റെ മുന്നിൽ ഇത് അങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടോ? കൈ എല്ലാം എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ തിരൂരിൽ നിന്നതാ അനന്തപുരം കിട്ടിയിട്ടുണ്ട്. അവനെ പിക്ക് ചെയ്തു. ഞങ്ങളുടെ കാറില് അവന്റെ ലഗേജ് ഒക്കെ സെറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ ക്രോസ് ചെയ്യുന്നു. ചെമ്പ്രവട്ടപ്പാലം. ഭാരതപ്പുഴയിൽ പുഴ കുറവാ. ഫുൾ മണ്ണും കല്ലും മാത്രമേ ഉള്ളൂ ഗായ്സ്. അമ്മ അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാനെത്തി. നൈസായിട്ട് നമ്മുടെ ചപ്പാത്തി, ചിക്കൻ കറി, പൊറോട്ട. ഞാൻ നല്ലൊരു സ്റ്റൂ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. വെജ് കുറുമ. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടുവോ ആവോ. അങ്ങനെ ആവശ്യമായത് നമ്മൾ പൈസ എല്ലാം ഇവിടെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട് താനാണ് അടുത്ത ചടങ്ങ്. എന്താണ് ഈ കാണുന്ന അടിപൊളി കസ്റ്റമൈസ്ഡ് പാസ്പോർട്ട് പൗച്ചില്ലേ, ഈ താഴെ കാണുന്ന ഐഡിയിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ ഡിപ്പാർച്ചറിലോട്ട് പോവുകയാണ്. ചീക്കു അതേ ബോക്സ് എടുത്ത് പെട്ടിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എയർ ഏഷ്യയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. AK-36 ആണ് നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ വന്ന് ഫ്രഷപ്പ് എല്ലാം ആയി കഴിഞ്ഞില്ല നിങ്ങൾ? ഇനി മെല്ലെ കയറാം. ടെൻഷൻ ഒന്നുമില്ലല്ലോ. എനിക്ക് കയറുമ്പോൾ ടെൻഷൻ ഒന്നാ. പണ്ട് കോഴിക്കോട് നിന്ന് ബോംബെയിലേക്ക് പോയത്. ഇത് ഇന്റർനാഷണൽ വേറെ തന്നെയല്ലേ. അപ്പം നമുക്ക് ഈ അടിപൊളി പാക്കേജ് സെറ്റാക്കി തന്നത് ഷാസ് ഹോളിഡേയ്സ് ആണേ. അങ്ങനെ കഴിച്ചതാ കാത്തിരുന്ന് ഉറക്കൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു സാധനം നമുക്ക് ചെവിയിലൊരു വേദന. അപ്പോൾ ചെവി വേദന ഉള്ളവർക്കുള്ള ഒരു കാര്യമായൊരു ഉത്തരവുമായിട്ട് റെമഡി ആയിട്ടാണ് പ്രിയ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്തൊരു ടിപ്പാണ്. എന്താ വെച്ചാൽ നമുക്ക് എയർ പെയിനിങ് ഭയങ്കരമായിട്ടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ച്യൂയിങ്കം, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഒരു ച്യൂയിങ്കം നമ്മുടെ വായിലിടുക. അതുപോരാതെ നല്ല ഹെയർഫോണില്ലേ, അതിൽ സൗണ്ട് നല്ലോണം സൗണ്ടിൽ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ട് ചെവിയിൽ വെച്ച് അങ്ങനെയാണ് പ്രിയ സമയം പോക്കല്ലേ. നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കയറുമ്പോൾ അധികം ഉണ്ടാവില്ല, ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല ചെവിയാനായിരിക്കും. ആ ടൈമിൽ ഞാൻ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ വയ്ക്കും, നല്ല വോളിയത്തിൽ വയ്ക്കും, ബബിൾ ഗും ചമയ്ക്കും. അപ്പൊ അതെല്ലാം ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താവും എല്ലാം പണ്ട് പ്രിയനെ ആയിരിക്കും അതിലിരുന്നിട്ട് കരയിലുണ്ടാവുക. പക്ഷെ ആ ഫ്ലൈറ്റിൽ ഞാനും എൻ്റെ അനിയത്തിയും ഒരു കുഞ്ഞി കുട്ടിയെ കരഞ്ഞിട്ടുള്ളൂ. പക്ഷെ വരുമ്പോ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. നമ്മൾ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ചെവി ശരിക്കും പൊട്ട് ഉള്ളിൽ കിരികിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തായ്ലാൻഡിൽ പോകുമ്പോൾ ഞാൻ റെമഡി കണ്ടുപിടിച്ചു. അപ്പൊ സക്സസ് ആണ്. അപ്പൊ ഇനി ഈ പ്രാവശ്യം മലേഷ്യക്ക് പോകുമ്പോൾ ഇവരൊക്കെ പരീക്ഷിക്കാൻ പോവുകയാണ് പ്രിയ. അല്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടിപ്പ്. നോക്കാം.
അങ്ങനെ നമ്മള് ബോർഡിംഗ് പാസും എല്ലാം കിട്ടി. വാ, ഇനി ഫ്ലൈറ്റിലോട്ടുള്ള യാത്രയാണ്. ഇനി അയ്യോ, ഇവിടെ സീറ്റ് ബെൽറ്റ് ഉണ്ട് തിരക്കില്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്. പ്രിയാനെ കണ്ടിട്ട് എല്ലാവരും എയർ ഹോസ്റ്റസ് അയച്ചു. ഈ ഫ്ലൈറ്റത്തെ എയർ ഹോസ്റ്റസിന്റെ സെയിം യൂണിഫോം, പ്രിയാന്റെ ഡ്രസ്സ് റെഡും ഇതേപോലെ തന്നെയുള്ള കോമ്പിനേഷൻ. Clip on the waistband and pull it tight. അങ്ങനെ ഫ്ലൈറ്റ് പൊന്താനുള്ള സമയം ലൈറ്റൊക്കെ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്. ബബിൾക്കൊക്കെ വായിലിട്ടിട്ടുണ്ട്. പേടിച്ചിരിക്കുന്നുണ്ട് രണ്ടാൾക്കാർ. ഫ്ലൈറ്റിൽ നല്ല മെനു ഞങ്ങൾ കണ്ട്, ഒരു അടിപൊളി മെനു. പക്ഷേ ഞങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്തിരുന്നു ഓൾറെഡി. ഫുഡ് ഇതാ വരുന്നുണ്ട്. ഞങ്ങൾക്കുള്ള ഫുഡായി വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പഠിക്കാത്തല്ലോ, ഇവിടെ ഇരുന്നിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഫുഡായി അങ്ങനെ ഇതാ ചീക്കുവിൻ്റെ ഫുഡ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫുഡും ഇവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഹണി സ്കീം റോസ്റ്റഡ് ചിക്കൻ റാം. ഇത് ചപ്പാത്തിൻ്റെ റോളാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. ഷെയറിങ് കെയറിങ്. പ്രിയ എൻ്റെ ഐറ്റം കഴിച്ചു നോക്കുന്നുണ്ട്. ചീക്കുവിൻ്റെ മഷ്റൂം പിസ്സ അല്ലേ, ചിക്കൻ പിസ്സ ആടാണ്. ഇതിന് എത്ര ചപ്പാത്തിയൊക്കെ ആയിട്ട്? രണ്ട് ഇത് വറുത്താട്ടോ അല്ലേ പ്രിയൻ്റെ ഐറ്റം. നെക്സ്റ്റ് ചെയ്യുന്നത് ഡബിൾ ചിക്കൻ സാൻഡോ ആണ്. ഇതെങ്ങനെ നോക്കാം. ഇതാ വരും ഡബിൾ ചിക്കൻ സാൻഡോ. രണ്ടായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. നന്നായി ട്രൈ ചെയ്യാൻ നിങ്ങൾക്കായി. നിങ്ങൾക്ക് വേണ്ടി അല്ലേ? അതെ, നിങ്ങൾക്ക് വേണ്ടി. തരില്ല മക്കളെ, തരുള്ള അടിപൊളി സാധനം കേസ്. എന്തായാലും ഓ എമ്മയാ തിന്നണ്ട, വായിൽ ഒറ്റ തിരിച്ചു പോകുമ്പോൾ തന്നെ ഇഷ്ടായ. എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി ഗൈസ്. എങ്ങനെയുണ്ട്? നിന്റെ ഇഷ്ടമായില്ല? ഞാൻ കഴിച്ചത് സൂപ്പർ സാധനം കേട്ടോ. എല്ലാ ഫുഡും സൂപ്പറല്ല. ഞാൻ വാങ്ങിയ രണ്ട് സൂപ്പറാ. ഇതും വേറൊരു സാധനമുണ്ട് നേരത്തെ പറഞ്ഞതും. ഇത് പ്രിയാൻ്റെ സാധനം പോക്കാം. ഇവിടെ നിന്റെ എത്തല്ലേ? ചിക്കൻ എന്താ പറയാ? അയ്യോ നല്ല കോസ്റ്റ്ലി ഫുഡ് വാങ്ങിയാൽ നല്ല ടേസ്റ്റ് ആവുമെന്ന് വിചാരിച്ച് വാങ്ങിയതാ. പക്ഷെ പെട്ടോ ഗൈസ്, ഇതിന്റെ പേരെന്താ? വളരെ പെരി ചിക്കൻ സോളോ ഫ്രൈസ്. അമ്മേൻ്റെ ഹൈദരാബാദി ബിരിയാണി കുറച്ച് കണ്ടെടുത്തതാണ്. ടേസ്റ്റ് ഒക്കെ അങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഹൈദരാബാദി വെജ് ബിരിയാണി അടിപൊളി, സൂപ്പറാ. ഈ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കത്തിലേക്ക് ഞങ്ങൾ പോട്ടെ. ഗുഡ് നൈറ്റ് പറഞ്ഞ് വൈകാതെ തന്നെ ലൈറ്റൊക്കെ ഓഫായി. നല്ല ഉറക്കത്തിലായി എല്ലാവരും. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അപ്പോഴേക്ക് നേരം ഏകദേശം വെളുത്തിരുന്നു. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കടലിൻ്റെ നടുവിലൊരു വലിയൊരു ഷിപ്പ് പോകുന്നൊരു കാഴ്ചയുണ്ട്. അത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ കട്ടക്ക് എമിഗ്രേഷനിൽ തളർന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ഇതാ ഗൈസ്, കോലാലംപൂർ എയർപോർട്ടിൻ്റെ ഉൾഭാഗം. അടിപൊളി
പക്ഷെ അവിടുത്തെ എമിഗ്രേഷൻ സ്ഥലത്തുള്ള അത്ര തിരക്ക് ഇവിടെ കണ്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഇൻസൈഡൊക്കെ. ഇത് വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് അതിൻ്റെ ഉള്ളിലുള്ള. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയില്ല. കുളിച്ചില്ല ഞങ്ങൾ. ഹോട്ടലിറങ്ങിയ പാടെ ഞങ്ങളൊന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി നേരെ നമ്മളെ ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിലോട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വണ്ടി ലോഞ്ചിലെത്തും 10 മണിയാകുമ്പോഴേക്കും. അതിന് മുന്നേ ഖാന, ദെൻ വണ്ടി കയറാം, നേരെ പുത്രജയ എന്നുള്ള സ്ഥലത്തോട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യുന്നുള്ളൂ. Day 1 അതാണ് ഇപ്പോൾ നടക്കുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സിം എടുക്കാൻ വേണ്ടി ഹോട്ട്ലിങ്ങിൻ്റെ സിമ്മാണ്. പുറത്തിറങ്ങിയ പാടുണ്ട്. ഇവിടെയാണ് സത്യത്തിൽ വിലക്കുറവ്. അകത്ത് കുറച്ച് നല്ല റേറ്റാണ്. ഇവിടെ 29 രൂപയാണ് അല്ലേ? ഇവിടുത്തെ 29 റിംഗ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നാട്ടിൽ 600 രൂപയോളം വരും. അകത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ അതിലും കൂടുതലാണ്. ഇത് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ പാടുന്ന പണ്ടത്തുള്ള കൗണ്ടറുണ്ട്. ഇവിടെയാണ് കുറച്ചുകൂടെ ബെറ്റർ. പുറത്തിറങ്ങിയിട്ടുള്ള സ്ഥലത്ത് ആണ് പറയുന്നത്. അങ്ങനെ ഇതാ എത്തിക്കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. വരൂ വരൂ, വെൽക്കം ടു മലേഷ്യ. ഇതാ പുറത്ത് എത്തി. ഇനി ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാനുള്ള പുറപ്പാടാണ്. നല്ല വെയിലല്ലേ അതിനകത്ത്. ഇവിടെ കണ്ണ് കാണുന്നില്ല. അപ്പൊ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1 ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാം. പെട്ടെന്ന് തന്നെ ലോഡാവുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ കുഞ്ഞു ഹൃദയം തരാൻ മറക്കല്ലേ. ബൈ.